ഗായ്സ്, ക്യാൻ യു ഷെയർ സംതിങ്? ഞാൻ ഇന്ന് തിരുവല്ലയിൽ എൻ്റെ കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായില്ല. ആകാശത്ത് നിറച്ചും ആകാശത്ത് നിറച്ചും വെയിൽ. മീൻസ് മഴയുടെ ഒരു സാധ്യത പോലുമില്ല. ഇവിടുന്ന് ഗേറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കരമായ മഴ. നമുക്ക് ഒരു കാരണവശാലും കുട എടുത്തിട്ടുള്ളതുകൊണ്ട്, ഞാൻ വെയിലായതുകൊണ്ട് കുട എടുത്തതാണ്. അതുകൊണ്ട് ഭാഗ്യത്തിന് മഴ നനയാണ്ട് ഇങ്ങനെ വന്നു. ഇപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഇപ്പോൾ അതിഥിയായിട്ടൊരു പട്ടിയുണ്ട്. അപ്പോൾ ഈ പട്ടി ഞങ്ങൾ ഫുഡ് കൊടുക്കും. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഉള്ള ഫുഡ് കൊടുക്കും. എക്സ്ട്രാ ഇവിടെ കോളേജിൽ ആൾക്കാർ പട്ടിപ്രേമികളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർ ചിലപ്പോൾ ബിസ്ക്കറ്റ് കൊടുക്കും, അങ്ങനത്തെ ഒക്കെ ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ സ്ഥിരം ഇവിടെ തന്നെയായി. മീൻസ് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ഭയങ്കര ഇടപെട്ട് ഇവിടുത്തെ എല്ലാവർക്കും ഒക്കെ ഭയങ്കര കാര്യമാണ്. അങ്ങനെ അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പുള്ളിക്കാരി എൻ്റെ കൂടെ വന്നു. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കൂടെ. അപ്പം ഞാനും അവളും ഈ പറയുന്ന പട്ടിയും കൂടെ, പട്ടി മീൻസ് സുന്ദരിയും കൂടെ ഞങ്ങളുടെ കൂടെ വന്ന് ഞാൻ വിചാരിച്ചു ഗേറ്റ് കഴിയുമ്പോൾ പുള്ളിക്കാരി അകത്തോട്ട് കയറി പോകും. കാരണം ഈ കോമ്പൗണ്ടിൻ്റെ വെളിയിൽ അങ്ങനെ ഇറങ്ങുന്നുണ്ടായിരിക്കും, ഞാൻ കാണാറില്ല. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയത് പുള്ളിക്കാരി ഭയങ്കര പേടിയാണ്. എന്ന് വെച്ചാൽ ഹോണും അങ്ങനത്തെ എന്ന് വെച്ചാൽ എല്ലാവരും പേടിപ്പിച്ച് ഓടിക്കുന്നു. പുള്ളിക്കാരി ഭയങ്കര പേടിയാണ്. അപ്പോൾ അവിടെ എല്ലാം ചെന്ന് പുള്ളിക്കാരി ഞങ്ങളുടെ കൂടെ തന്നെ നടന്നു വരും. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് 2-3 വണ്ടിയുടെ മുന്നിലും ചാടി. ഒരു ബൈക്കുകാരനാണെങ്കിൽ പട്ടീനെ തുറച്ച് നോക്കിയിട്ട് പോവുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട ചൂടിയാലും മൊത്തത്തിൽ തന്നെ ഇങ്ങനത്തെ മഴ. ഈ മഴയിൽ നടന്നു വരുന്ന സമയത്ത് പുള്ളിക്കാരി തിരിച്ചു പോകല. ഗേറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടെ തന്നെ വരും. ഇത് കഴിഞ്ഞ് പുള്ളിക്കാരി വന്ന വഴി മൊത്തം മഴയും നനഞ്ഞ് വന്നു. തിരുവല്ല മൊത്തം ഞങ്ങളുടെ കൂടെ കറങ്ങി. ഞങ്ങൾ പോയ സ്ഥലത്തിലെല്ലാം വന്ന് ഞങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാനുള്ള കടയുടെ പുറത്ത് നിന്ന് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് തിരിച്ച് ഞാനിപ്പോൾ കോളേജ് വന്നിട്ട് ഞാനിപ്പോൾ കോളേജിലിരിക്കുക. ആളിപ്പോഴും കൂടെ ഉണ്ട്. ദാറ്റ്സ് വൈ ഐ ലവ് ഡോഗ്സ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റിന് കഴിക്കുക അങ്ങനത്തെ ഉള്ളതുള്ളൂ. ചിലപ്പോൾ ചുമ്മാ നമ്മുടെ കൂടെ വന്നിരിക്കും. ഞാൻ വിചാരിച്ചില്ല അവൾ പ്രതീക്ഷ കാണത്തില്ല മഴ പെയ്യുമെന്നുള്ളത്. അവളും പ്രതീക്ഷ കാണത്തില്ല. പുള്ളിക്കാരൻ ഞങ്ങളുടെ കൂടെ സിറ്റി വരെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒടുക്കത്തെ മഴ. എന്നാൽ തിരിച്ചു പോകണ്ടേ, അറ്റ്ലീസ്റ്റ് ഒരു കടയിൽ കയറി നിൽക്കുക. അങ്ങനെയൊന്നുമില്ല. കയറി മഴ നനഞ്ഞ് എൻ്റെ ചെരുപ്പും കൂടെ പൊട്ടി നന്നെ വരെ എന്നിട്ട് അത്ര സ്പീഡിൽ നടന്നു വരുമ്പോൾ ചെരുപ്പും പൊട്ടി. പുള്ളിക്കാരി ആ സമയത്ത് പോകുന്നുണ്ട്. ഇതല്ലാണ്ട് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മീൻസ് ഹോസ്റ്റലിൽ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് താഴെയായിട്ട്. ആ വഴി ഇവർക്ക് സുഖമായിട്ട് കയറി വരാം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് നടന്നു വരുന്ന സമയത്ത് ഇവള് അതിനകത്തേക്ക് കയറി തിരിഞ്ഞ് എന്നെ നോക്കുക. എനിക്ക് അതിലൂടെ കയറാൻ പറ്റത്തില്ല, കാരണം ഇവളുടെ സീസണല്ലോ എനിക്ക്. അപ്പോൾ പുള്ളിക്കാരിക്ക് അങ്ങോട്ട് കയറാൻ മീൻസ് കയറി നിന്നിട്ട് നോക്കുക. ഇതിലൂടെ കയറി വന്നൂടെ, നിനക്ക് ഇത്ര മഴയല്ലേ എന്നെ തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു നീ അതിലൂടെ കയറിപ്പോൾ ഞാൻ ഇവിടെ വന്നോളാന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നടന്നു പോകുന്നപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ കൂടെ മഴ നനഞ്ഞ് 1 കിലോമീറ്റർ പിന്നെ നടന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാനെന്തോ ചെയ്ത പോലെ തിരിഞ്ഞു കിടക്കുന്നുണ്ടോ. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ അതിലൂടെ കയറി പോകാൻ പറഞ്ഞു. ഒക്കളം പറഞ്ഞു എവിടെയും കയറി നിൽക്കുക. മീൻസ് നമ്മൾ സ്വാഭാവികമായിട്ട് പട്ടിയോട് പറഞ്ഞേ, പട്ടിയോട് ചെയ്യാൻ കൂടെ നമ്മൾ പറയും അവിടെ കയറിയിരിക്കും, ഇവിടെ കയറിയിരിക്കും, ചാടല്ലേ അങ്ങനെ പറയും. ഒരു കാര്യമുണ്ടോ? ഇല്ല. അവർക്ക് നമ്മളോടുള്ള ഒരു ഇഷ്ടം അതിൻ്റെ ഇതിൽ ഇതിങ്ങനെ പറയലുമില്ല. പക്ഷെ ഭയങ്കര എനിക്ക് ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു ഭയങ്കര സന്തോഷം. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ്. എല്ലാവരുടെ പട്ടി മീൻസ് അവരെ നോക്കുന്ന പട്ടികളും എങ്ങനെയായിട്ടുള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് നാടൻ പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഈ നാടൻ പട്ടികൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്നേഹം കൂടുതലാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നാടനിലെ പെൺപട്ടികൾക്ക് ഭയങ്കര സ്നേഹം കൂടുതലാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ ഓൾറെഡി എൻ്റെ വീട്ടിലൊരു പട്ടി ഉള്ളതുകൊണ്ട് മീൻസ് ആൺപട്ടിയാണ്. അതുകൊണ്ട് എനിക്കറിയാം അവൻ എത്രത്തോളം സ്നേഹം ഉണ്ടെന്നുള്ളത് അറിയാം. എങ്കിൽപ്പോലും എന്തോ അവനേക്കാൾ കൂടുതൽ ഈ പട്ടിയോടൊരു അറ്റാച്ച്മെൻറ്റ് എനിക്കുണ്ട്. ഈ ഹോസ്റ്റലിൽ വെച്ച് കണ്ടതായി പട്ടീനെ. ഞാൻ പട്ടി എന്നൊക്കെ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്കൊരു അരാജകത്വം ഉണ്ടായിരിക്കും. എനിക്ക് അരാജകത്വം ഞാൻ കാരണം ഇവിടെ സുന്ദരിയെ കാണിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കുക. ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നടക്കില്ല കാര്യങ്ങൾ. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ വരും. അതും നമുക്ക് ഹാപ്പിയാണ്. അതിന് ഹാപ്പിയാവും. നമ്മൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷ വന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ എന്താണ്, പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ വരുമ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയോ ഹാപ്പിനെസ് തോന്നില്ലേ. അതാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഞാൻ പ്രതീക്ഷയില്ല ഇവിടെ എൻ്റെ കൂടെ സിറ്റി വരെ എൻ്റെ കൂടെ വരും. എനിക്ക് ഒരു കാരണവശാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ എല്ലായിടത്തും പോയി വണ്ടിയുടെ മുന്നിൽ ചാടും, ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം ഉണ്ടാവുക എന്നുള്ളൊരു പേടിയുണ്ട്. പിന്നെ അല്ലാണ്ട് ഇവിടെ വണ്ടിയുടെ പിടിച്ചാൽ നമ്മളെന്ത് ചെയ്യും? നമ്മുടെ കൂടെ വന്നിട്ട് എങ്ങനെ അപകടം പറ്റിയാണോ? അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച് പുള്ളിക്കാരൻ്റെ കൂടെ വരുന്നുള്ളത്. പക്ഷെ വന്ന്
ഇപ്പോൾ കൂടെ ഇരിക്കുന്നു. ആൻഡ് ദിസ് മേക്ക് മീ ഹാപ്പി. ഇത്ര സിമ്പിൾ കാര്യങ്ങൾ ഗേൾസിനെ ഹാപ്പിയാവും. അതാണ് പറയുന്നത്. നോട്ട് മെൻ ആർ സോ സിമ്പിൾ, വുമൻസ് ആർ ഓൾസോ സിമ്പിൾ. ബൈ ബൈ.